കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം കാലാവധി കഴിഞ്ഞ ഏലസും തകിടും എന്ത് ചെയ്യണം. പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാലാവധി കഴിഞ്ഞ ഏലസും തകിടും എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അറിയുന്നവർ ചിലപ്പോൾ ഉണ്ടായിരുന്നവരിക്കാം. എന്നാലും ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ ഏലസ് ഒരു പ്രാവശ്യം ഏലസ് എഴുതി ധരിച്ചാൽ പിന്നെ അത് ജീവിതാവസാനം വരെയും അതിന് ഫലം കിട്ടുമെന്നാണ് പലരുടെയും വിചാരം. അതേപോലെ തന്നെ ഒരു തകിട് എഴുതി നമ്മൾ എന്തെങ്കിലും എഴുതി വാങ്ങിയാൽ അതിന് നമുക്ക് ജീവിതാവസാനം വരെയും അല്ലെങ്കിൽ അത് കാലകാലങ്ങളോളം അതിന് കാലാവധി കിട്ടും എന്ന് വെച്ച് വിചാരിക്കുന്നവരും ഉണ്ടാവും. എന്നാൽ അതൊന്നും അത്ര കൂടുതൽ വർഷത്തോളം ഫലം തരുന്ന ഒരു കാര്യമല്ല ഈ ഏലസും തകിടും ഒക്കെ. ഒരു ഏലസോ തകിടോ നമ്മൾ എഴുതി ധരിച്ചാൽ അതിന് 3 മാസമേ കാലാവധിയുള്ളൂ. ഒരു ഏലസും ഒരു തകിടോ എഴുതി നമ്മൾ ധരിച്ചാൽ, അല്ലെങ്കിൽ ഒരു ചക്രം എഴുതി നമ്മൾ വീട്ടിൽ വെച്ചാൽ, ഒരു സുദർശന ചക്രമോ ഒരു മഹാസുദർശന ചക്രമോ അതേപോലെയുള്ള എന്തെങ്കിലും എഴുതി നമ്മൾ വീട്ടിൽ വെച്ചാൽ പോലും അതിന് 3 മാസത്തെ ശക്തിയുള്ളൂ. അതിന് 3 മാസത്തെ കാലാവധിയുള്ളൂ. ഇനി ഏറിയാൽ 6 മാസം. ഇനി ഏറിയാൽ അതുകൊണ്ട് 6 മാസം ശക്തി കിട്ടും. ആ 6 മാസത്തിനുള്ളിൽ നമ്മൾ അതിനെ വീണ്ടും പൂജിക്കണം, വീണ്ടും ശക്തി കൊടുക്കണം. എന്നാലും മാത്രമേ അതുകൊണ്ട് ഫലമുള്ളൂ. പക്ഷെ അതാരും ചെയ്യാറില്ല. 3 മാസമോ 6 മാസമോ കഴിയുമ്പോൾ അതിനൊന്നും പൂജിക്കാറില്ല. പൂജിച്ച് ശക്തി കൂട്ടണം, എന്നാലും മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അതാ ചെയ്യാത്തടുത്ത കാലം ആ ഏലസും ആ തകിടൊക്കെ ഒരു അലങ്കാരമായി നമുക്ക് കെട്ടിക്കൊണ്ട് കിടക്കാനേ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ധരിക്കുന്നവര് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ വർഷങ്ങളോളം എത്തി കുറെ ഇത് ഒന്നും ചെയ്യാനില്ല. ചിലവര് ഇതൊക്കെ കുറെ കഴിയുമ്പോൾ അവർക്ക് മതിയാവും. അപ്പൊ ഊരി എവിടെയെങ്കിലും വെക്കും, അല്ലെങ്കിൽ വല്ല അരമാലിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കും. ഏലസും തകിടുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചില വീട്ടിൽ ചില ക്രമീകരണമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും പഴയ ചില ഏലസും തകിടും ഒക്കെ ചില ആൾക്കാരുടെ കയ്യിൽ കിട്ടുന്നത്. പണ്ടെങ്ങാണ്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് അവർ തന്നെ ഉപേക്ഷിച്ച ഒരു സാധനവും. അതപ്പോൾ അത് എന്ത് ചെയ്യണമെന്നായിരിക്കുള്ളൂ പലരുടെയും വിചാരം. അപ്പോൾ അതെന്താ ചെയ്യുന്നത്? കാലപ്പഴക്കം കൊണ്ട് ശക്തി ക്ഷയിച്ച് ഓട്ട വീണ ചില ഇതും ഉണ്ടാവും. നമ്മൾ പൂജിച്ചാൽ തന്നെയും ഈ തകിടിനൊക്കെ കുറച്ച് കഴിയുമ്പോൾ കാലപ്പഴക്കം കൊണ്ട് ഓട്ട വീഴും. അതൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് വീട്ടിൽ വെച്ചാൽ, സുദർശന ചക്രമാണെങ്കിലും അതിന് ഒക്കെ ഓട്ട വീഴും. ചിലപ്പോൾ എഴുതി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ദ്രവിച്ചിതായി ഓട്ട വീഴും. ഓട്ട വീണാൽ, ഓട്ട എന്ന് പറഞ്ഞാൽ സുഷിരം, ആ സുഷിരം വീണാൽ ദ്വാരം. ചില സ്ഥലത്ത് ഇത് ഓട്ട അല്ലെങ്കിൽ സുഷിരം എന്നൊക്കെ പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാകണമെങ്കിൽ അതിനാണ് പറഞ്ഞ ദ്വാരം എന്ന്. അങ്ങനെ ആ ദ്വാരം വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ഇനി ശക്തി ഉണ്ടാവില്ല. പിന്നെ അതെടുത്ത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. പിന്നെ അത് ഇവിടെ വെക്കരുത്, വെച്ചാൽ ഫലം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഇതെല്ലാം എന്താ ചെയ്യേണ്ടത്? നല്ല ഒഴുക്കുള്ള പുഴയിലോ ആറ്റിലോ ഒഴുക്കിക്കളയണം. ഒഴുക്കുള്ള പുഴയിൽ അല്ലെങ്കിൽ ആറ്റിൽ ഈ ഏലസും ഈ തകിടും ഒക്കെ നമ്മൾ ഒഴുക്കിക്കളയണം, അല്ലേ? അങ്ങനെ ചെയ്യണം. അപ്പൊ ചിലവര് വെള്ളി കൊണ്ടുള്ള ഏലസും അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള ഏലസും ഒക്കെയാണ് ചിലവര് ധരിച്ചിട്ടുള്ളത്, ഇല്ലേ? അപ്പൊ അത് ഒഴുക്കിക്കളയാൻ പറ്റൂലല്ലോ, ഇല്ലേ? അങ്ങനെ തോന്നുമോ സ്വർണം ഒഴുക്കിക്കളയാനായിട്ട്, അല്ലെങ്കിൽ വെള്ളി ഒഴുക്കിക്കളയാൻ തോന്നുമോ? കാശ് കൊടുത്താൽ കാശ് കിട്ടും, സാധനം കൊടുത്താൽ കാശ് കിട്ടുന്ന സാധനമില്ല, ഇല്ലേ? അപ്പൊ അതില് എന്താണ് ചെയ്യുന്നത്? അപ്പൊ അതിലെ തകിട് പൊക്കിയെടുത്തിട്ട് ആ കൂടിന്റെ ഉള്ളിലെ തകിട് നമ്മൾ പൊക്കിയെടുക്കണം. എന്നിട്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ ആറ്റിലോ പുഴയിലോ കളയാം. ഒഴുക്കുള്ള സ്ഥലത്തായിരിക്കണം. കളഞ്ഞു, ഒരു കുഴപ്പമില്ല.
വീണ്ടും നിങ്ങൾക്ക് വേറെ തകിട് ജപിച്ച് പൂജിച്ച് അതിൽ തന്നെയോ അല്ലെങ്കിൽ പുതിയ തകിട് വാങ്ങിച്ച് അതിൽ ധരിക്കുകയോ ചെയ്യാം. പുതിയ ഏലസ് എഴുതാൻ കൊടുത്തിട്ട് അത് ധരിക്കാം. അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാലാവധി കഴിഞ്ഞ ഈ ഏലസും തകിടും ഒക്കെ നമ്മൾ പിന്നെ വീട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ ധരിച്ചുകൊണ്ടോ നമുക്കൊരു ഗുണം ഉണ്ടാവില്ല. ഒരു അലങ്കാരമായി അത് ധരിച്ചുകൊണ്ട് നടക്കാമെന്നല്ലാതെ അതുകൊണ്ടൊരു ഗുണമില്ല. അപ്പം അത് കഴിയുന്നതും അത് ഉപേക്ഷിച്ച് അത് ആറ്റിലോ അല്ലെങ്കിൽ പുഴയിലോ ഒക്കെ കളഞ്ഞ് ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി കളയുന്നതാണ് നല്ലത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.